ഗോഗവി ചാനലിലേക്ക് കൂടുതൽ അന്വേഷണങ്ങൾ, ഫോൺ കോളുകളും മെസ്സേജുകളും ഇപ്പോൾ വരുന്നത് മലബാറിൽ നിന്നാണ്. ഗവി യാത്രയെക്കുറിച്ച്. ഗവി ഇതുവരെ കണ്ടിട്ടില്ലാത്ത വടക്കൻ കേരളത്തിലെ പലരും, സഞ്ചാരം ഇഷ്ടപ്പെടുന്നവർ ഗവിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരം അന്വേഷണങ്ങൾ എല്ലാ ദിവസവും ഫോൺ കോളുകളും മെസ്സേജുകളും വരുന്നത്. അതുകൊണ്ട് ബജറ്റ് ടൂറിസം മാതൃകയിൽ ചിലവ് കുറച്ച്, അല്ലെങ്കിൽ താരതമ്യേന കുറഞ്ഞ ചിലവിൽ കോഴിക്കോട്ട് നിന്നും മലബാറിൽ നിന്നും സഞ്ചാരികളെ ഗവിയിൽ എത്തിക്കാനുള്ള ഒരു പാക്കേജ് ഗോഗവി ചാനൽ ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ വൈകാതെ പറയാം. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ മലബാറുമായിട്ടുള്ള, കോഴിക്കോടുമായിട്ടുള്ള ഒരു ബന്ധം ഗോഗവി ചാനൽ കൂടുതൽ ദൃഢമാക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് കോഴിക്കോടിൻ്റെ ഒരു പ്രിയ വിഭവം ഹൽവ, കോഴിക്കോടൻ ഹൽവ. യാത്രയിൽ യാത്ര മാത്രമല്ല, ഭക്ഷണവും അതും പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ കോഴിക്കോടൻ ഹൽവ, തലശ്ശേരി ബിരിയാണി പോലെ ലോകപ്പെരുമ നേടിയ കോഴിക്കോടൻ ഹൽവ എങ്ങനെ ഉണ്ടാക്കുന്നു? ഹൽവയിൽ നല്ലതും ഒറിജിനലും വ്യാജനുമൊക്കെ ഉണ്ട്. നല്ല ഹൽവ എങ്ങനെ ഉണ്ടാക്കണം? അത് കോഴിക്കോട് ബീച്ചിനോട് ചേർന്ന് വലിയങ്ങാടിയിലെ ഒരു ഇടവഴിയിലെ ഒരു ഹോൾസെയിൽ ഹൽവ നിർമ്മാണ സ്ഥാപനം, ഫാക്ടറി എന്ന് വേണേൽ പറയാം. വളരെ വൃത്തിയും വെടിപ്പുമുള്ള ഹൈജീനിക്കായിട്ടുള്ള ചുറ്റുപാടിൽ വിറകടുപ്പിൽ, ഗ്യാസല്ല, വിറകടുപ്പിൽ എങ്ങനെ ഹൽവയുണ്ടാക്കി ഇത്ര രുചികരമായി കേരളത്തിലും വിദേശത്ത് കയറ്റുമതി ചെയ്യുകയാണ്. ഒരു ദിവസം 1000 കിലോ ശരാശരി ഹൽവയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഡിമാൻഡ് അവർക്ക് പൂർണ്ണമായിട്ട് നിറവേറ്റാൻ പറ്റുന്നില്ല. ഈ 1000 കിലോ ഹൽവ ഒരു ദിവസം ഉണ്ടാക്കുന്നത് അപ്പോൾ തന്നെ ഓർഡറായി പോവുകയാണ്. ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നാണ്. അത് വിറകടുപ്പിൽ ഹൽവ ഉണ്ടാക്കുന്നതിൻ്റെ പ്രത്യേകത ഒന്ന് വേറെ തന്നെയാണ്. ഏത് പാചകവും, ഏത് വിഭവവും ഗ്യാസിലും വിറകടുപ്പിലും വെച്ച് നോക്കുമ്പോൾ, പാചകം ചെയ്യുമ്പോൾ രണ്ടിനും രണ്ട് രുചിയാണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഏതാഹാരവും, ഇപ്പോൾ ചോറ് വിറകടുപ്പിൽ വയ്ക്കുന്നതും കുക്കറിൽ, ഗ്യാസിൽ വയ്ക്കുന്നതും ഒരേ അരി ഇട്ട് വേവിച്ചിട്ട് കഴിച്ചു നോക്കുക. രണ്ടിനും രണ്ട് രുചിയുണ്ടാവും. മികച്ച രുചി വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന വിഭവത്തിനാണ്. മീൻകറിയാവട്ടെ, ഏത് കൂട്ടാവട്ടെ ഭക്ഷണത്തിൻ്റെ. അതുപോലെ തന്നെയാണ് ബിരിയാണിയും ഹൽവയും. ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നു? വിറകടുപ്പിൽ, കനലിലാണ് ഉണ്ടാക്കുന്നത് യഥാർത്ഥ ബിരിയാണി, തലശ്ശേരി ബിരിയാണി പോലുള്ള ബിരിയാണി. ഗ്യാസിൽ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് ആ രുചി കിട്ടത്തില്ല. അതേപോലെ ഇപ്പോൾ വ്യാപകമായ കുഴിമന്തി, അറേബ്യൻ ഫുഡ്. കുഴിമന്തി എവിടെയാണ് ഉണ്ടാക്കുന്നത്? മണ്ണിനടിയിൽ വിറകടുപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് കുഴിമന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ രുചി ഒന്ന് വേറെയാണ്. അതേപോലെ തന്നെയാണ് ഹൽവയുടെ നിർമ്മാണം, ഉണ്ടാക്കൽ. ഈ കോഴിക്കോട്ട് ഇവിടെ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ഈ ഹൽവയുടെ രുചി ഒന്ന് വേറെ തന്നെയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നു, അതിൻ്റെ വിശേഷങ്ങൾ, എന്തുകൊണ്ട് ഈ രുചിയിൽ ഉണ്ടാക്കാൻ കഴിയുന്നു എന്നൊക്കെ ഒന്ന് നമ്മൾ അറിയണ്ടേ. നമ്മൾ പല കടകളിലും പോയി ഹൽവ വാങ്ങും. കോഴിക്കോടൻ ഹൽവയാണെന്ന് പറഞ്ഞ് വ്യാജ ഹൽവകൾ വിൽക്കുന്നു. വ്യാജം എന്ന് പറയുന്നത് അത് കഴിച്ചാൽ കുഴപ്പമൊന്നുമല്ല. കോഴിക്കോടൻ ഹൽവ എന്ന പേരിൽ വിൽക്കപ്പെടുന്ന പല ഹൽവയും കോഴിക്കോടൻ ഹൽവയല്ല. എന്ന് പറഞ്ഞാൽ കോഴിക്കോടൻ ശൈലിയിൽ, തലശ്ശേരി ബിരിയാണിയുടെ ശൈലി എന്ന് പറയുന്ന പോലെ കോഴിക്കോടൻ ശൈലിയിൽ ഉണ്ടാക്കുന്ന ഹൽവ നമുക്ക് എവിടെ എങ്ങനെ കിട്ടും? അതിൻ്റെ ഗുണഗണങ്ങളാണ് ഈ വീഡിയോയിൽ തുടർന്നുള്ള ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. പേര് ശംസുദ്ദീൻ. ഇത് ഇപ്പം ഏതൊക്കെ തരം ഹൽവയാണ്? 52 ഐറ്റം ഹൽവ ഉണ്ടാക്കുന്നുണ്ട്. 52 ഐറ്റം ഹൽവ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ കോൺഫ്ലവർ എടുക്കുന്നുണ്ട്, പിന്നെ ഗോതമ്പിൽ എടുക്കുന്നുണ്ട്, മൈദയിൽ എടുക്കുന്നുണ്ട്. അത് പിന്നെ ഓരോരോ ക്വാളിറ്റി. കോഴിക്കോട് ഹൽവ എന്ന് പറഞ്ഞാൽ കറക്റ്റ് പിന്നെ മൈദയിലാണ് ഹൽവ. മൈദ ഫിൽറ്റർ ചെയ്തിട്ട് ചണ്ടി ഒഴിവാക്കിയിട്ടാണ് ഹൽവ ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ പിന്നെ 8 കിലോ മാവിൽ 20 കിലോ പഞ്ചസാര കൊടുത്തിട്ടാണ് ഹൽവ ഉണ്ടാക്കുന്നത്. അതിൽ വെള്ളം ഡൈലൂട്ട് ചെയ്ത് അത്യാവശ്യം IS മാർക്കുള്ള കളർ കൊടുത്ത് ഹൽവയിലാണ് പല ഉണ്ടാക്കുന്നത്. ഓവർ കളർ കൊടുക്കാൻ പാടില്ല. മാർക്കറ്റിങ്ങിലൊക്കെ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ലെവലിലാണ് പല ഉണ്ടാക്കുന്നത്. പിന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ
ഇവിടെ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത് ഹൽവ, ഇവിടെ കോൺഫ്ലോർ ഹൽവ. പിന്നെ ഇവിടെ വെച്ചാൽ ബനാന, ഈത്തപ്പഴം, നട്ട്സ്, ഈ കാരക്ക, പിന്നെ ഈ ക്യാരറ്റ്, മാംഗോ, ഓറഞ്ച്, എല്ലാ ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടുന്ന് ഫ്രൂട്ട്സ് ആയിട്ട് ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഇളനീർ നടക്കുന്നുണ്ട്. ഇളനീർ ഹൽവാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ കയറുന്നത് അനാറാണ്. അത് ഇളനീർ ഹൽവാണ്. അത് അപ്പോൾ തയ്യാറായ ഹൽവാണത്. ഇത് നാളെ സെറ്റായത്. സെറ്റായി ഇനി ഇവിടെ ഇതിൽ കയറിയപ്പോൾ കൊപ്പറിൻ്റെ ഹൽവാണ് ഇപ്പോൾ ഇതിൽ കയറി കൊടുക്കുന്നത്. ഇത് കൊപ്പറിൻ്റെ ഹൽവാണ് ഇതിൽ കയറി കൊടുക്കുന്നത്. ഇതിൽ മൈദയിലാണ്, അത് കോൺഫ്ലവറാണ്. അവരുടെ ഐറ്റങ്ങളാണ് കൂട്ടുന്നത്. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഏതൊക്കെയാണ്? ഡിമാൻഡ് ഹൽവ എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്ലാക്ക് ഡിമാൻഡാണ്. ബ്ലാക്കിൽ ഡിമാൻഡുള്ള ഹൽവാണ്. ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ഇവിടെ ഇപ്പം ഞങ്ങളിപ്പോൾ ഉണ്ടാക്കിയാലും ഇവിടെ ഇപ്പം ഒരു സാധനം ഇന്ന് ഉണ്ടാക്കിയ സാധനം നാളെ കാലത്ത് മാർക്കറ്റിൽ പോയി മുഴുവനും സെയിലായിപ്പോൾ മൊത്തം ഇവിടെ ഇപ്പോൾ 600 കിലോ 700 കിലോ ഹൽവ സെയിൽ ഉണ്ടാക്കും. ഒരു ദിവസം 700 കിലോ വരെ കൂടുതൽ ഒരു 1000 കിലോ ഉണ്ടാക്കും. ചിലപ്പോൾ ഇന്നിപ്പോൾ ഇന്ന് നാളും പാടിയേക്ക് ഇന്ന് വൈകുന്നേരം 600 ആവുന്നൊരു 900-1000 കിലോ ഉണ്ടാക്കും ഹൽവ. നാളെ രാവിലത്തെ പാക്ക് ചെയ്ത് മാർക്കറ്റിൽ പോയി സാധനം. അത് ലോക്കൽ മാർക്കറ്റ് കൂടെ അത് പുറത്തേക്ക് പോകണ്ടല്ലോ. ഞങ്ങൾ യുഎയിലേക്ക് സാധനം കയറ്റി പോകണം. ഞങ്ങൾ ആഫ്രിക്കയിലേക്ക് സാധനം കയറ്റിയിട്ടുണ്ട്. പിന്നെ യുഎയിലേക്ക് കുറേ സാധനം കയറ്റിയിട്ടുണ്ട്. ഇപ്പം കൊറോണ സമയത്ത് അതിനെ കൊണ്ടിപ്പോൾ നിർത്തി വെച്ചതാണ്. ഇപ്പോൾ ഓരോ സാധനം യുഎയിലേക്ക് പോയിരുന്നു. ഇപ്പോൾ കുറേ കൊടുക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ സമയം കിട്ടുന്നില്ല കൊടുക്കാനുള്ള. ഇപ്പോൾ ഇവിടെയുള്ള പാർട്ടിക്ക് കുറേ സാധനം കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ഇതിൽ ഏറ്റവും കൂടുതൽ സാധനം പോകുന്നത് ഇപ്പോൾ ഫ്രൂട്ട്സ് ആയിട്ടാണ്. പിന്നെ മറ്റുള്ള ഐറ്റം പുറത്തുനിന്ന് എല്ലായിടത്തും കിട്ടും. ഇത് നമ്മുടെ സാധാ ഹൽവ ഇവിടെ എല്ലായിടത്തും കിട്ടും. പക്ഷേ ഫ്രൂട്ട്സാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പോകുന്നത്. ഈ തലശ്ശേരി ബിരിയാണി എന്ന് പറയുന്ന പോലെ കോഴിക്കോടൻ ഹൽവയാണ് ഏറ്റവും പ്രസിദ്ധം. അത് അങ്ങനെ വരാനുള്ള ഒരു കാരണം എന്താണ് വെച്ചാൽ കോഴിക്കോടിൽ പറഞ്ഞാൽ പെട്ടെന്ന് ആയിരിക്കും മോട്ടോർ ഓഫാക്കെ കോഴിക്കോട് ഹൽവ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കൂടുതലും ഈ വിരുന്ന് പോക്ക് എല്ലാം ഇവിടുന്ന് എറണാകുളം തിരുവനന്തപുരം ഭാഗത്ത് പോകുമ്പോൾ കോഴിക്കോട് ഹൽവ പ്രത്യേകമാണ്. ഇവിടുന്ന് ആളുകൾ ഇവിടുത്തെ എംപ്ലോയ് വെച്ചിട്ട് അവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ടല്ലാണ്ട് അവിടെയുള്ള ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് കോഴിക്കോട് ഹൽവ ആവില്ല. അത് നമ്മൾ പാലക്കാടുള്ള ഹൽവ ഉണ്ടാക്കുന്നുണ്ട്. അതും ആവില്ല. ചില അതൊരു ടെമ്പർ ജാസ്തി ഉണ്ട്. പക്ഷേ ഹൽവ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് അതിൻ്റെ രഹസ്യം പറഞ്ഞാൽ ഇവിടുത്തെ ഹൽവ എന്ന് പറയുന്നത് ചണ്ടി ഒഴിവാക്കിയിട്ടാണ് പാല് മാത്രത്തിൽ ഹൽവ ഉണ്ടാക്കുന്നത്. മറ്റു സ്ഥലങ്ങളിൽ അങ്ങനെയല്ല. അതിൽ ചണ്ടിയിൽ ഓൾറെഡി ഒരു 120 കിലോ വേസ്റ്റ് ഉണ്ടാവും. അത് ഒഴിവായിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്ന ഹൽവ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ അവിടുത്തെ പ്രത്യേകത. മറ്റുള്ള സ്ഥലങ്ങളിലതല്ല. അത് ചില ഇതിൽ മാവ് അതിലിട്ട് കലക്കിയിട്ട് അതടക്കം ആണ് ഹൽവ ഉണ്ടാക്കുക. അപ്പോൾ ആ വലിപ്പം അവിടെ കിട്ടും. അത് വേസ്റ്റായിട്ട് മാറുള്ളൂ. അത് അങ്ങോട്ട് പോകില്ല. അതങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ട് ക്ലിയർ ചെയ്യുക, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതാണ് സംഭവം. കോണിൻ്റെ ഹൽവയ്ക്ക് എങ്ങനെ നല്ല ഡിമാൻഡ് ഉണ്ട്? കോൺ ഹൽവ ഡിമാൻഡ് ഉണ്ട്. കോൺഫ്ലോർ ഹൽവ ഡിമാൻഡ് ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ കോൺഫ്ലോർ നടക്കുന്നത് ഞങ്ങളെല്ലാ ദിവസവും 5-6 കോൺഫ്ലോർ എടുക്കുന്നുണ്ട്. ഇന്നലെ ഒരു 8-9 കോൺഫ്ലോർ എടുത്ത് ഇന്ന് ഒരു 6-9 കോൺഫ്ലോർ ഉണ്ട്. ഈ മൈദ ഹൽവയ്ക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്? നല്ല ക്വാളിറ്റി മൈദ വേണ്ട? മൈദയിലാണ് നല്ല ശരിക്കും നല്ല ഹൽവ. പിന്നെ അത് ലൂസാക്കി ഉണ്ടാക്കാം, ടൈറ്റാക്കിയിട്ട് ഉണ്ടാക്കാം. അത് പണിക്കാരെ പവറാണ്. ഓരോരോ പണിക്കാർക്കും ഓരോരോ ക്വാണ്ടിറ്റി ആണല്ലോ. ആ ലെവലിൽ നമുക്ക് ഏത് ഹൽവ വേണ്ടി സാറിന് ഇപ്പോൾ ഏത് ഹൽവ വേണമെന്നുള്ള സാറ് പറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ആ ലെവലിൽ ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുറച്ച് പണിയാണ്. അത് കാര്യങ്ങൾ അപ്പോൾ ഇതതിൻ്റെ ഒരു ബേസാണ്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യും? ഇതിലൊന്നുമില്ല. അത് മൊത്തം ആയതാണ്. അതിലേക്ക് വേറെ ഒന്നുമില്ല. അത് ഇളനീരിൻ്റെ ഹൽവ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. അതിൽ ഡിസ്പ്ലേ വരെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ ഒരു പാർട്ട് വരാണ് നമുക്ക് മിക്സ് വേണം. അത് വേണം. അപ്പോൾ ഇതിൽ ഇളനീര് എങ്ങനെയാണ് അത് ഉണ്ടാക്കി എടുക്കുന്നത്? ഇളനീര് എന്ന് പറഞ്ഞാൽ ഞങ്ങളിതിൽ പഞ്ചസാര ഇട്ട് ചെമ്പിൽ പഞ്ചസാര വെള്ളം അതിന് കണക്കായിട്ടുള്ള വെള്ളം കൊടുത്ത് ജ്യൂസായി അതിനുള്ള ജ്യൂസ് നട്ട്സ് ഇത് ഫ്ലക്സ് വരുന്നുണ്ട്. ഇതിൻ്റെ നാരിയലിൻ്റെ ഫ്ലക്സ് ഫുള്ള് ഫ്ലക്സാണ് ഈ കാണുന്നത് മുമ്പേ. അത് നേര് പീസായിട്ട് കട്ട് ചെയ്ത് വരുന്ന സാധനങ്ങളാണ്. ഇതിൻ്റെ ഡെയിലോട്ട് എഴുതി കൊടുത്ത് അത് വരുമാകുമ്പോഴാണ് ഈ സാധനം ഞങ്ങൾ അതിൽ ചേർക്കുക ചെയ്യുന്നത്. പിന്നെ അതിനുള്ള ക്വാണ്ടിറ്റി സാധനം കംപ്ലീറ്റ് അതിൽ കൊടുത്ത് അതിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടില്ല. എന്തൊക്കെ കൊടുക്കാൻ പറ്റും? പാനിലെ കൂട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ പല സാധനങ്ങളും അതിൽ കൊടുത്ത് ടേസ്റ്റ് കിട്ടി. ഓരോ പാർട്ടിക്ക് ഓരോ ടേസ്റ്റാണ്. നമ്മൾ പറയുകയാണ് നമുക്ക് അത് വേണം, അത്ര ടേസ്റ്റ് വേണം, നമുക്ക് ഇത്ര ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ട്, ഇത്ര പൈസക്ക് നമുക്ക് കൊടുക്കുന്നുണ്ട്. ആ ക്വാണ്ടിറ്റി കിട്ടുമ്പോൾ എന്തൊക്കെ ടേസ്റ്റ് വരുത്താൻ പറ്റും. നല്ല കൃത്രിമല്ലാണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമ്പോൾ അതാണ് ഇതിന് മെയിൻ. നാച്ചുറൽ സാധനം. അത് ഇതിൽ കൃത്രിമില്ല. അതാണ് ഇവിടുത്തെ മെയിൻ സാധനം.